തമിഴ്ചേട്ടാ സ്വാഗതം. തീർച്ചയായിട്ടും ഒരു സ്പെഷ്യൽ സ്വാഗതം. ഒപ്പം ഹാപ്പി ഓണം. ഹാപ്പി ഓണം. അതെന്താ ടീച്ചറിന് മാത്രം സ്പെഷ്യൽ സ്വാഗതം? അതെ ആണ്, പക്ഷെ എന്നാലും ഒരു ഗ്യാപ്പിന് ശേഷമാണല്ലോ വരുന്നത്. അപ്പൊ അതിന്റെ സന്തോഷം കൊണ്ടുള്ള ഒരു സ്പെഷ്യൽ ഹാപ്പി ഓണം. എങ്ങനെയുണ്ട് ഓണം? ഇപ്രാവശ്യത്തെ ഓണമൊക്കെ എങ്ങനെയുണ്ട് ഓണം? എല്ലാരും ചോദിക്കും ഓണം പഴയ ഓണമായിരുന്നു, നല്ല ഓണം. അത് അവരവരുടെ കാലഘട്ടത്തിൽ ഓണമാണ് വലുതായിട്ട് പറയുന്നത്. പക്ഷെ എന്റെ അഭിപ്രായത്തിൽ വരാൻ പോണ ഓണമായിരിക്കും നല്ലത്. കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓണത്തിന് മാറ്റമൊന്നുമില്ല, അതിന്റെ ചുറ്റുമുള്ള ആൾക്കാരാണ് മാറുന്നത്. കാരണം ഓണത്തിന് ഇതേ പൂക്കളും ഉണ്ടാവും, സെറ്റ് സാരി, ഊഞ്ഞാലാട്ടം ഒക്കെ ഉണ്ട്. പക്ഷെ അതിന്റെ ചുറ്റുള്ള ആൾക്കാർ മാറിക്കൊണ്ടിരിക്കും. അപ്പൊ ഓണം എപ്പോഴും അതുപോലെ തന്നെ ഉണ്ട്. അപ്പൊ അതുപോലെ തന്നെ ഉണ്ട്. അല്ല, അത് ചില ആളുകൾ അങ്ങനെ പറയും കേട്ടാ. എന്റെ അടുത്ത് വീടിനുള്ളവർ ചിലര് പറയുമല്ലോ, അതായത് നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് സൈക്കിളിന്റെ ടയറും തട്ടി നമ്മൾ ഇതിലേക്ക് നടക്കുന്ന എന്തൊരു ബാല്യമായിരുന്നു എന്ന് പറയുന്ന ആരാന്നറിയോ? ലുലു മാളിൽ പോയിട്ട് മറ്റേ ഡാഷിംഗ് കാർ ഓടിക്കുന്ന ചെറുക്കനോടാ പറയുന്നത് നമ്മുടെ സൈക്കിളിന്റെ ടയറും തട്ടി നടന്നത് ഭയങ്കര സാധനമായിരുന്നു എന്നുള്ളത്. അല്ല, അത് അങ്ങനെ പറയാൻ പാടില്ല എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. കാരണം ഇപ്പോഴത്തെ ഓണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ മൊബൈൽ എടുത്ത് നോക്കിയാലും ടി വി എടുത്ത് നോക്കിയാൽ എവിടെ ഓണമുണ്ട്. പണ്ടെന്താണ് അപ്പുറത്തെ വീട്ടിൽ നിന്ന് കുറച്ച് പൂ കട്ടണ്ട് വരും, ഇവിടെ ഇടും, അത്ര ഉണ്ടായിരുന്നുള്ളൂ. തമ്മിൽ മാത്രമുള്ള ഓണങ്ങളായിരുന്നു. ടെക്നോളജി വരുംതോറും നമ്മള് ഒരുപാട് ഓണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. വിദേശത്തുള്ള ഓണങ്ങൾ, അമേരിക്കയിൽ ഓണം, ഇവിടത്തെ ഓണം. അമേരിക്കയിൽ പക്ഷെ നമുക്ക് എല്ലാ ഓണങ്ങളും കൂടാനും പറ്റും അല്ലേ? അല്ല, അമേരിക്കയിൽ ഓണം ആഘോഷം നടക്കുന്നത് ക്രിസ്മസിനാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഈ സമയത്ത് അവിടെ തണുപ്പായിരിക്കും. അപ്പൊ അതുകൊണ്ട് അവർ നടക്കാറ് ഇത് ഒരുമിച്ചാണ് വെക്കാറുള്ളത്. അപ്പൊ പപ്പാഞ്ഞിയും അതുപോലെ തന്നെ മാവേലിയും ഒരുമിച്ച് വരും. ചേട്ടന് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഓണക്കളി എന്തായിരിക്കും? ഒരു ആക്ടിവിറ്റി എന്തായിരിക്കും? എനിക്ക് പുലികളി തന്നെ ഇഷ്ടമാണ്. ചെയ്തിട്ടുണ്ടോ? ചെയ്തിട്ടില്ല, തോക്കായിട്ട് പോയിട്ടുണ്ട്. ഇങ്ങനെ എനിക്ക് ആ കളിയുടെ ക്ലൈമാക്സ് എന്താണെന്ന് അറിയത്തില്ല. ഫുൾ ടൈം ഇതിങ്ങനെ നടക്കുന്നതല്ലാതെ ഇന്നേ വരെ വെടിവെച്ചിട്ടോ പുലി ചാകുന്നതോ ഒന്നും ഞാൻ കണ്ടിട്ടില്ല. അതിന്റെ എന്താ കഥ എന്നുള്ളത് എനിക്കറിയില്ല പുലികളിയുടെ. ഇപ്പം ഒരു പട്ടിയുടെ ചുറ്റും നടക്കണത് തെരുവുനായതുകൊണ്ട് ആൾക്കാർ പുലികളിയല്ല ഇപ്പൊ. ശരി, എന്നാലും ഇന്നത്തെ ഒരു ആഘോഷം കൊടുപ്പിക്കാനായിട്ട് നമുക്ക് രണ്ട് ചേട്ടന്മാരെയും അവരുടെ സീറ്റുകളിലേക്ക് ആനയിക്കാം പ്ലീസ്. അതെ, നമ്മൾ ഈ ഓണക്കാലത്ത് നമ്മുടെ ലേഡീസിന്റെ ഒരു ഏരിയ ഓഫ് ഒരു എഫേർട്ട് എന്ന് പറയുന്നത്, നമ്മൾ ചിലപ്പോ പൂക്കളം ഇടും, പിന്നെ തിരുവാതിര കളിക്കും, പിന്നെ നമ്മൾ സദ്യ വട്ടത്തിനേക്കാൾ കൂടും. അതല്ലാണ്ട് ഒരു കൂടുതൽ ഇൻവോൾവ്മെന്റ് അത് എടുത്ത് പറയാൻ കാരണം, നമ്മൾ ഓണം ആഘോഷിക്കുന്ന തന്നെ മാവേലി തമ്പുരാൻ നാട്ടിൽ വരുന്നു, ഐതിഹ്യമുണ്ട്, വാമനനുണ്ട്, ഇങ്ങനെ കുറെ ക്യാരക്ടേഴ്സിനെയൊക്കെ ബേസ് ചെയ്തിട്ടാണ്. എന്തുകൊണ്ട് നമുക്കൊരു സ്ത്രീ കഥാപാത്രം ആ ഒരു കഥാസന്ദർഭങ്ങളിൽ വരുന്നില്ല? നമ്മൾ മാവേലി തമ്പുരാന്റെ ഫാമിലിയെ കുറിച്ച് മാവേലി തമ്പുരാന്റെ ഒരു വൈഫ് ഉള്ളതായിട്ടൊക്കെ ആയിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട്. മാത്രമല്ല ഓണത്തിന്റെ പുലികളിയാണേലും മറ്റു ആഘോഷങ്ങളാണേലും ഒക്കെ കൂടുതലും ആണുങ്ങളുടെ ആണ് അങ്ങനെ ഒരു ഏരിയയിലുണ്ട്. സ്ത്രീകൾ ആ സമയത്ത് ചിലപ്പം ഈ സദ്യ നിങ്ങൾ ഉണ്ടാക്കി പറഞ്ഞില്ല, സദ്യ ഉണ്ടാക്കാനൊക്കെ കയറി പോകുന്നതുകൊണ്ടായിരിക്കും അവര് അങ്ങനെ. അല്ല, മാവേലിക്ക് അങ്ങനെ വൈഫ് ഉണ്ടായിരുന്നു. മാവേലിക്ക് എനിക്കൊന്ന് വിന്ധ്യാവല്ലി എന്നെങ്ങാണ്ടാണ് പേര്. എനിക്ക് കൺഫേം അല്ല, നിങ്ങൾ വേണേ ഗൂഗിൾ ചെയ്ത് നോക്കിയോ. അങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ അത് ചില മേഖലകൾ അങ്ങനെയാണ്. അല്ലേ? അല്ല, രാജാവൊക്കെ ഒരെണ്ണം മതിയല്ലേ? അന്ന് അത്രേ ഉള്ളൂ. എന്ത് പറ്റി? അല്ല, പുള്ളി സമാധാനമായിട്ട് ജീവിച്ചിട്ടുണ്ടാവേ. പുള്ളി വളരെ നല്ല മനുഷ്യനായിരുന്നു എന്ന് കേട്ടിട്ടുള്ളത്. മാത്രമല്ല, അതിപ്പോ നമ്മുടെ ഈ ചിരിയുടെ മേഖല എടുത്താലും നിങ്ങൾ നോക്കൂ, ഇവിടെ നമ്മുടെ കണ്ടസ്റ്റൻസ് കൂടുതലും ആണുങ്ങളാണ്, കൂടുതൽ ആൾക്കാരാണ് വന്നിരിക്കുന്നത്. ഞങ്ങളുടെ ഒരു മിമിക്രിയുടെ മേഖലയിലൊക്കെ തുടക്കം തൊട്ട് കൂടുതലും ഉണ്ടായിരുന്നത് ആണുങ്ങൾ തന്നെയായിരുന്നു. അത് ആ സമയത്ത് എനിക്ക് തോന്നുന്നത് നമ്മുടെ മിമിക്രിയൊക്കെ പോകുന്ന ആൾക്കാർക്ക് ഇപ്പോഴത്തെ പോലെ ഒരു ഷോ ഉണ്ടെങ്കിൽ സ്റ്റേജിന് മുന്നിൽ 10 കാറല്ല വന്നുകൊണ്ടിരുന്നത്. ഒരു വണ്ടിക്ക് പോകണം. ചിലപ്പോൾ നമ്മൾ പബ്ലിക് ട്രാൻസ്പോർട്ട് ഉപയോഗിച്ചാണ് പോയിക്കൊണ്ടിരുന്നത്. ബസ്സിനൊക്കെ കയറി ഉത്സവപ്പറമ്പിൽ എത്തും. ഷോ കഴിഞ്ഞാൽ അവിടുന്ന് രാത്രി 12 മണിക്കും 1 മണിക്കും ഒക്കെ അവനവന്റെ ഉത്തരവാദിത്തത്തിൽ ബസ് കയറി വരണം. ചിലപ്പോൾ ബസ് സ്റ്റാൻഡിൽ കിടന്ന് ഉറങ്ങണം. അങ്ങനെയൊക്കെ ഉണ്ടായിരുന്ന ഒരു കാലത്താണ് ഈ മിമിക്രി എന്ന് പറയുന്ന ഒരു കല വളർന്നു വന്നത്. അത്തരത്തിലുള്ള ഒരു ഏരിയയിലൂടെയാണ്. അപ്പൊ ആ സമയത്ത് ഈ അടുത്തുണ്ടായ ഏറ്റവും വലിയൊരു എക്സൈറ്റ് ചെയ്ത ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാനിന്ന് ആദർശിക്കാൻ കൂടി ഒരു KCBC, അത് കേരള കാത്തലിക് ബിഷപ്പ് കോൺഫറൻസിന്റെ അവിടുത്തെ ഹെഡ് ഉണ്ട്. അദ്ദേഹത്തിന്റെ മുന്നിലിരിക്കുമ്പോൾ നാദർശക്ക് എന്നെ അറിയുമെന്ന് ചോദിച്ചില്ല. അദ്ദേഹത്തിന്റെ സഹോദരന്റെ വയറാണ് മാവേലിയായിട്ട് ഉപയോഗിച്ചിരുന്നത്. നാദർശ വർഷങ്ങളായിട്ട് ബിഷപ്പ് കോൺഫറൻസിന്റെ സെക്രട്ടറിയുടെ സഹോദരൻ, അതിൽ തന്നെ ഒരു മതൈക്യം നമ്മൾ കാണുന്നുണ്ട്. അല്ല, അപ്പൊ ഒന്ന് ഓർത്തു നോക്കുക, ആ ഒരു അദ്ദേഹത്തിന്റെ സഹോദരനെയാണ് മാവേലിയുടെ ശരീരമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. തല ഉപയോഗിച്ചിരുന്നത് ഇന്നസെന്റേട്ടന്റെ ശബ്ദം ഉപയോഗിച്ചിരുന്നോണ്ടിരുന്നു പറയുന്ന പോലെ ഇന്നസെന്റേട്ടന്റെ തലയും അദ്ദേഹത്തിന്റെ ബോഡിയായിരുന്നു കാസറ്റിന്റെ കവറുകളെന്ന് വെച്ചോണ്ടിരിക്കുന്നത്. അപ്പം അങ്ങനെ ഒരു കാരണം കൊണ്ട്, ഞാൻ ഈ പറഞ്ഞതുപോലെയുള്ള ഒരു സെക്യൂരിറ്റി പ്രശ്നം കൊണ്ടായിരിക്കും ഇന്നും രാത്രി അങ്ങനെ നമുക്ക് ഇറങ്ങിയിടക്കാവുന്ന ഒരു പൊതുബോധമോ സാമൂഹിക ചുറ്റുപാടോ ഒന്നും നമുക്കില്ല എന്നുള്ള അവസ്ഥകൾ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ആ സമയത്ത് പെൺകുട്ടികൾ പൊതുവെ ഈ മിമിക്രിയിലോട്ട് വന്നത് കുറവായെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷെ എന്നാലും പിന്നീട് വളരെ ശക്തമായിട്ട് ചിലർ
മിമിക്രി രംഗത്തേക്ക് ലേഡീസ് വന്നിട്ടുണ്ട് ഇല്ലേ രമേശ്? ഹ്യൂമന്റെ രംഗത്തേക്ക് കുറച്ച് സ്ത്രീ രത്നങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ അവരുമായിട്ട് ആഘോഷിക്കാൻ പോവാണ്. അതായത് ഈ കലാകാരി ഒരു അസാധ്യ ഡാൻസറാണ്, ഒരു അടിപൊളി അഭിനേത്രിയാണ്, ബിഗ് സ്ക്രീനിലും മിനി സ്ക്രീനിലും നിറഞ്ഞു നിൽക്കുന്ന ആളാണ്. ഇതിലൊക്കെ ഉപരി നല്ലൊരു ഹാസ്യ കലാകാരിയാണ്. ഏറെ സ്നേഹത്തോടെ നമുക്ക് സ്വാഗതം ചെയ്യാം ദേവി ചന്ദന. വെൽക്കം. എങ്ങനെയുണ്ട്? സുഖായിരിക്കുന്നോ? വെരി ഹാപ്പി ടു സീ യു. ദേവി ക്ലാസിക്കൽ ഡാൻസ് വളരെ കാര്യമായിട്ട് പഠിച്ചിട്ടുള്ളതും ക്ലാസിക്കൽ ഡാൻസിന് ഫസ്റ്റ് റാങ്ക് കിട്ടിയിട്ടുള്ള ഒരാളാണ്, റാങ്ക് ഹോൾഡർ ആണ്. അവിടെ നിന്നും കോമഡിയിലോട്ട് വന്നിട്ടുള്ള ഒരാളാണ് അല്ലേ? ദേവിക്ക് ഒരു പേടി തോന്നിയില്ലേ ദേവി കോമഡിയിലോട്ട് വരാൻ ആ സമയത്തൊക്കെ? എനിക്ക് തോന്നിയില്ലായിരുന്നു, വിളിച്ചവർക്ക് തോന്നിയോന്ന് എനിക്ക് അറിഞ്ഞൂടാ. ആരാണ് ആദ്യം വിളിച്ചേ? ആ സാഹസം കാണിച്ചത് KS പ്രസാദാണ്. അല്ല ശരിക്കും ഡാൻസിലൊക്കെ ഭാരതാംബയായിട്ടൊക്കെ നിൽക്കേണ്ട ഒരാളാണ്. ഇപ്പൊ ഞങ്ങളുടെ കൂടെ കിടന്ന അലരയാണ്. എങ്ങനെ ജീവിക്കേണ്ട ആളാ? പക്ഷെ ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ പിഷു, കാരണം നമ്മൾ എന്നോട് ഒരുപാട് പേര് ആക്ഷേപിച്ചിട്ടുണ്ട്. കാരണം നമ്മൾ ഡാൻസർ ആയിട്ടിരിക്കുന്നു, കലാതിൽ വന്നു, ആ സിനിമയിൽ ചെയ്തിരുന്ന സമയത്ത് മിമിക്രിയുടെ ഇടയ്ക്കൊക്കെ പക്ഷെ ഇന്ന് വളരെ പ്രൗഡായിട്ട് ഞാൻ പറയുന്നു, ഇത്രയും സ്ഥലങ്ങൾ കാണാൻ പറ്റിയതും ഇത്രയും ആർട്ടിസ്റ്റുകളെ പരിചയപ്പെടാൻ പറ്റിയതും ആ ആർട്ടിസ്റ്റുകളിലൂടെ നമുക്കും വളരാൻ സാധിച്ചതും മിമിക്രി കൊണ്ട് മാത്രമാണ്. ദേവി വരുന്നതിന് മുമ്പ് ഇവിടെ ഡിസ്കസ് ചെയ്ത വിഷയം എന്ന് പറയുന്നത് ഡയാന പറഞ്ഞു ഇവിടെ കോമഡി മേഖലയിൽ അല്ലെങ്കിൽ ഓണത്തിനാവശ്യം പെണ്ണുങ്ങൾക്ക് ഇച്ചിരി പ്രാധാന്യം കുറവുണ്ട് എന്നൊരു വനിത ഇവിടെ പറഞ്ഞു. അതെന്താന്ന് പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത് കോമഡിയിൽ മാത്രമല്ല, ഇപ്പൊ കഥകളിയിൽ എടുത്താലും മറ്റേ ഡാൻസിൽ കുച്ചിപ്പുടിയിൽ എടുത്താലും ഭരതനാട്യത്തിൽ എടുത്താലും ഡാൻസ് ഡ്രാമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ വേഷങ്ങളും ഹാൻഡിൽ ചെയ്തുകൊണ്ടിരുന്ന പുരുഷന്മാരാണ്. ഞങ്ങളെ വിളിക്കണ്ടേ? വിളിച്ചാൽ ഞങ്ങൾ വരുന്നേ. എനിക്ക് തോന്നുന്നു നമ്മളെക്കാളും ഒക്കെ മുമ്പേ തെസ്മി ചേച്ചിയൊക്കെ ഒരുപാട് കലാഭവനിലൂടെ ഒക്കെ പ്രോഗ്രാംസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഇൻസ്പിറേഷൻ ആയിരുന്നു. കൽപ്പന ചേച്ചി അവരൊക്കെ സ്റ്റേജ് ഷോ ചെയ്യുന്നു, സുകുമാരി അമ്മ അവരൊക്കെ സ്പോട്ടിൽ പാട്ട് പാടണോ, ഡാൻസ് കളിക്കണോ, സ്കിറ്റ് കളിക്കണോ. അപ്പൊ അതൊക്കെ നമുക്ക് തീർച്ചയായിട്ടും ഒരു വലിയ പ്രചോദനമായിരുന്നു. അങ്ങനെ നമുക്കൊരു ചാൻസ് കിട്ടിയപ്പം ചാൻസിന് വേണ്ടി കാത്തു നിൽക്കുകയായിരുന്നു. പ്രസാദേട്ടന്റെ ഒരു വിളിക്ക് വേണ്ടി കാത്തു നിന്ന, പിന്നെ ഒന്നും നോക്കിയില്ല, കണ്ണു അടച്ചു. ഇപ്പൊ എല്ലാം ചെയ്യും, ഡാൻസ് കളിക്കും, കുച്ചിപ്പുടി ഉണ്ടായിരിക്കും, പക്ഷെ വീട്ടിൽ കഞ്ഞി വെക്കൂല. അതില്ല, അല്ല കഞ്ഞി വെക്കണമെങ്കിൽ ഇതിനൊക്കെ പോയാലേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് സെൽഫ് മെയ്ഡ് ആണ് അല്ലേ? അല്ല അത് മാത്രമല്ല ടിൻചേട്ടാ, നമ്മളിപ്പോ ഏതൊരു സിനിമാ നടന്റെ പെയറായിട്ട് എടുത്ത് നോക്കിയാലും ഒരു ചെറിയ ഇപ്പം ഡ്യൂപ്പുകളൊക്കെ വരുമല്ലോ, അതിനൊക്കെ സപ്പോർട്ട് ചെയ്യാനും പെണ്ണുങ്ങൾക്ക് വരെ ആണുങ്ങൾ തന്നെ വേഷം മാറി വരുന്നത്. അപ്പൊ നമുക്കൊരു അവസരം കിട്ടണ്ടേ, എന്നാലല്ലേ നമുക്കും വരാൻ പറ്റത്തുള്ളൂ. ഏതെടുത്താലും ആണുങ്ങൾ പെൺവേഷം കെട്ടുക, അതങ്ങനെ ശരിയാവുന്നേ? നിർത്തടി. ഈ ആണുങ്ങൾ പെൺവേഷം കെട്ടണോണ്ട് ആർക്കാ അത്ര ബുദ്ധിമുട്ട്? നല്ല പരിചയമുള്ള ശബ്ദം. എനിക്കും. ആർക്കാ ബുദ്ധിമുട്ട്? അല്ല ബുദ്ധിമുട്ടല്ല, പിന്നെ ഇതാ നമുക്ക് ഈ കഞ്ഞിയില് പാറ്റിടണ പോലെ ആയിപ്പോയില്ലേ അത്. അല്ല ഞാൻ ചോദിച്ചോട്ടെ, ഇവിടെ ഈ മഞ്ജുവാര്യരുടെ ആൺവേഷം കെട്ടിയിട്ടില്ലേ? ആ ഉണ്ട്. അപ്പൊ അതിന് കുഴപ്പമില്ല. ആനി ആൺവേഷം കെട്ടിയിട്ടില്ലേ? ഒരു സിനിമയിലല്ലേ? അത് പോയിട്ടെ, ഈ ഇവിടെ ഈ പെണ്ണുങ്ങൾ പഠിക്കുന്ന സ്കൂളുകളിൽ എത്ര പെണ്ണുങ്ങൾ ആൺവേഷം കെട്ടി കളിക്കണേ? അത് കുഴപ്പമുണ്ട്. അത് കുഴപ്പമില്ല. അപ്പൊ അത് പറയണം. നിങ്ങൾ ഈ ആമിന താത്ത, നിങ്ങൾ ഇത്ര ഈ പ്രായത്തിലും താത്ത ചെയ്തത്ര റെക്കോർഡുകൾ, താത്തയുടെ എത്ര ഓഡിയോ കാസറ്റുകൾ, ടെലിവിഷൻ പ്രോഗ്രാമുകളൊക്കെ നിങ്ങൾ ചെയ്തിട്ടുണ്ടോ? പറഞ്ഞു കൊടുക്കടാ. ഇത്ര റെക്കോർഡ് ആർക്കെങ്കിലും ഉണ്ടോ? അല്ലേ? ഇല്ല. എത്ര ലക്ഷം രൂപ ഉണ്ടാക്കിയേക്കണ താത്തയാണെന്ന് അറിയില്ല. താത്തയാണ്. ലോകം മുഴുവൻ നടന്ന് പരദൂഷണം പറഞ്ഞ് കാശുണ്ടാക്കുന്ന ഓഡിയോ കാസറ്റ് വിൽക്കണമെങ്കിൽ അതിനകത്ത് കാസറ്റിന്റെ കവർ ഞങ്ങളുടെ താത്ത ഇല്ലാണ്ട് വിൽക്കാത്ത പരിപാടിയില്ലായിരുന്നു അല്ലേ? ടിൻടോങ് അങ്ങനെയൊക്കെ പറയരുത്. കാരണം ഇതങ്ങനെ കേട്ട് കഴിഞ്ഞാൽ കള്ളന്മാർ എന്റെ വീട്ടിലേക്ക് വരും. വീട്ടിലാണെങ്കിൽ ഇവിടെ അരി മേടിക്കാൻ കാശില്ല എന്നുള്ളത് നാട്ടുകാർക്ക് അറിയാൻ പാടില്ലല്ലോ. അല്ല, ഭർത്താവിന് ഇത്രയും ബഹുമാനിക്കുന്ന ഒരു താത്ത. അല്ല കെട്ടിയോൻ അറിഞ്ഞില്ലേ? എന്താ കെട്ടിയോനകത്തായി. മൂട്ടിൽ മരമുറി കേസിൽ ഉള്ളി അകത്ത് പോയി. അതറിഞ്ഞില്ല?
ആ ഈ മരമുറി കേസിന്റെ സംഭവം നടക്കുന്ന അന്വേഷണം നടക്കുന്ന സമയത്ത് ഉവ്വ്. നമുക്ക് കന്നാലി ഉണ്ടല്ലോ ആ. അതിനെ തീറ്റിക്കാനായിട്ട് പുള്ളി റോഡിന്റെ സൈഡിൽ പോയതാ. അപ്പൊ ഇതിനെ കെട്ടാനായിട്ട് നോക്കിയപ്പോ കുറ്റിയില്ല. അപ്പൊ അവിടെ നിന്ന് വെച്ചാൽ മരത്തിന്റെ മൂട്ടിൽ നിന്ന് ഒരു മരം വെട്ടിയെടുത്തിട്ട് കുറ്റി അടിച്ച് ആ പശുവിനെ അവിടെ കെട്ടി. കെട്ടി, ആ. പോലീസുകാർ വന്നിട്ട് ആരാ എവിടെ നിന്നാ മരം മുറിച്ചെന്ന് ചോദിച്ചോ. മൂട്ടിന്നാന്ന് പറഞ്ഞു. അപ്പൊ തന്നെ പിടിച്ചോണ്ട് പോയി. മകനൊരുത്തൻ ഗൾഫിൽ പോയിട്ട് എന്തോ പ്രശ്നം ഉണ്ടായെന്ന് അതറിഞ്ഞില്ലേ? പറഞ്ഞു. ഇല്ല. അല്ല അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് പുള്ളിക്ക് തീറ്റ കൊടുക്കണില്ലാന്നേ. അതെന്താ? രാവിലെ ഒരു കൂടി കപ്പലിന്റെ കൊടുക്കും, ഉച്ചയ്ക്ക് 2 ബിസ്ക്കറ്റ് കൊടുക്കും, വൈകുന്നേരം ആവുമ്പോ പിന്നെ ഒരു ബണ്ണിന്റെ കഷ്ണം കൊണ്ടുവന്ന് കൊടുക്കും. അയ്യോ അതെന്താ? തീറ്റ കൊടുക്കണ്ട. പുള്ളീനെ ഒരു കുരങ്ങിന്റെ വിസയില അവിടെ നിന്ന് കയറ്റി വിട്ടെ. ആ, അതാ കൊടുത്തോണ്ടിരിക്കുന്നെ. അതാണോ മ്യൂസിയത്തിൽ നിന്ന് ചാടിപ്പോയെന്ന് പറഞ്ഞത്? അത് മോളുടെ ബന്ധക്കാരാരെങ്കിലും ആയിരിക്കും. ഭയങ്കര എന്റെ ബന്ധുക്കളൊക്കെ നല്ല പരിചയത്തേക്ക്. പിടിച്ചേക്ക് അല്ല വേറൊരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. അല്ല മോക്കെ ഈ ചന്ദനത്തിരിയുടെ ബിസിനസ് ഒക്കെ നിർത്തിയാ? അതെന്താ? ദേവി ചന്ദനത്തിരി എന്നല്ലേ പേര്? അല്ല വില കൂടിയ ഉൽപ്പന്നങ്ങൾ ഞങ്ങൾ അല്ല പുള്ളിക്കാരത്തേക്ക് പണ്ടൊരു അക്കടി പറ്റിയ കഥയാണ് ഞാനിവിടെ പറയാൻ പോണേ. ആ, പറ. ഈ അമേരിക്കയിൽ വെച്ച് പ്രോഗ്രാമിന് അന്ന് ഈ പ്രോഗ്രാമിന് ദേവി ചന്ദനെ ഞങ്ങളെ കൂടി പരിപാടിക്ക് പോയി. അപ്പൊ ഈ സ്റ്റേജിൽ വെച്ച് ഈ ഇങ്ങനത്തെ മൈക്കിട്ടില്ല മോനെ, ഈ ബാറ്ററി ഇട്ടിട്ട് കേബിളില്ലാത്ത മൈക്കാറില്ല. അപ്പൊ ഇത് വെച്ചിട്ട് അനൗൺസർ പറഞ്ഞിങ്ങനെ, ഇനി നിങ്ങളുടെ മുമ്പിലേക്ക് വന്നത് മറ്റാരുമല്ല, നമ്മുടെ കേരളത്തിലെ ഒരുപാട് കോമഡി സീരിയലിൽ അഭിനയിക്കുന്ന അതുപോലെ അത് ഇത് ചെയ്യുന്ന മറ്റാൾ ദേവി ചന്ദന എന്ന് പറയും. അപ്പൊ ദേവി ചന്ദന കയറി വരും. ദേവി ചന്ദന എന്ന് പറയുമ്പോഴേക്ക് ഈ മൈക്കിന്റെ ബാറ്ററിയാണ് പോയി. ദേവി ചന്ദ എന്ന് കേട്ടത്. അപ്പൊ ദേവി ചന്ദ്രൻ ഇങ്ങനെ വരെയായിരുന്നു. ഇപ്പൊ ദേവി ചന്ദ എന്ന് പറയുന്നോട്ടാ. ദേവി ചന്ദ്രൻ ഇങ്ങനെ വരെയായിരുന്നു. അടുത്ത ദേവി ചന്ദ. അല്ല അതല്ലേ കഥകളി കൂടിയാട്ടം എല്ലാം പഠിച്ചിട്ടുണ്ട്. അതൊക്കെ അപ്പ എക്സ്പ്രഷൻ ഇടും. വേറൊരു കാര്യമുണ്ട്, ഇതുപോലെയൊക്കെ നമുക്കും ചെയ്യാൻ പറ്റത്തില്ലേ? ഏതാ? ഇതെന്ന് പറഞ്ഞ ഡയലോഗ്. പടച്ചരബില്ലാലമീനായ തമ്പുരാനെ. പടച്ചറബിലായ തമ്പുരാനെ. എന്നാ നീ നിന്റെ സൗണ്ടിലൊന്ന് പറഞ്ഞേ. പടച്ചറബിലായ തമ്പുരാനെ. പടച്ചരബില്ലാലമീനായ തമ്പുരാനെ നമ്മളും പറഞ്ഞില്ലേ? സൗണ്ട് അങ്ങനെ ഇങ്ങോട്ട് കൊടുക്കുക. ആണുങ്ങളുടെ സൗണ്ട് പെണ്ണുങ്ങൾക്ക് കൊടുക്കുക, പെണ്ണുങ്ങളുടെ സൗണ്ട്. അതാ ഞാൻ പറഞ്ഞത്. ഇതിപ്പോ അല്ല നമുക്ക് മോള് അവസരം കാശൊക്കെ കിട്ടാൻ മേടിക്കുന്ന പോകുന്നില്ല. ആളല്ലേ? വെറുതെ ഇങ്ങനെ കുത്തിന്നിട്ട് എന്തായാലും എന്തെങ്കിലുമൊക്കെ പറ. പുതിയ പാട്ട് എന്തൊക്കെയാ? പുതിയ പാട്ടുണ്ട്, അതിനുള്ള മ്യൂസിക് കൂടി ഉണ്ടെങ്കിലല്ലേ പാടാൻ മ്യൂസിക് പറ്റുള്ളൂ. കൂടി ഉണ്ട്. എത്ര താത്തക്ക് എന്ത് മ്യൂസിക് വേണം ഞങ്ങൾ തരും. ആണാ? ആ, മോനെ ഈ കാക്കാനെ ഈ പോലീസ് പിടിച്ചോണ്ട് പോയില്ലേ ഉവ്വ. മാസ്ക് വെക്കാത്തോണ്ട്? ഉവ്വ. ആ മാസ്ക് വെക്കാത്തതിന് പോലീസ് പിടിച്ചത് നമ്മള് പാട്ടായിട്ട് എഴുതിയില്ലേ? ആണോ? പിന്നല്ലാണ്ട് ഏതാ അത്? അത് ഈ മറ്റേ നമ്മുടെ പയ്യ നമ്മുടെ ഒരു പാട്ടുണ്ടല്ലോ. അല്ല താത്ത ആ. എന്നിട്ട് ഇപ്പൊ മാസ്ക് വെക്കുന്നുണ്ട് ഇപ്പൊ മാസ്ക് വെച്ചിട്ട് നടക്കണേ. ആണല്ലേ? ആ അത് കാരണമുണ്ട് മോനെ. പുള്ളിക്ക് ഒരു ദിവസം പോലീസുകാരന് 1500 രൂപ പേ കൊടുത്തു. ഓ ഓ ഓ 1500 രൂപ മാസ്ക് വെക്കാത്തതിന്. ഓക്കെ. സാധാരണ മാസ്ക് വെക്കാത്തതിന് എത്ര ആശ? 500 രൂപ. 500 രൂപ. ആ പുള്ളി മാസ്ക് വെക്കാണ്ടാണ് പുറത്തേക്ക് ഇറങ്ങിയത്. അപ്പൊ പോലീസ് വണ്ടി കൊടുത്ത് ചവിട്ടി എടുത്തിട്ട് മാസ്ക് അവറാന്ന് ചോദിച്ചു. അപ്പഴാ പുള്ളി ഓർത്ത മാസ്ക് വെച്ചിട്ടില്ലല്ലോ എന്ന്. അപ്പൊ തന്നെ മുണ്ട് നോക്കി മാസ്ക് പോലെ പിടിച്ചു. മാസ്ക് വെക്കാത്തതിന് 500 രൂപ, പോലീസിന്റെ മുണ്ട് നോക്കി കാണിച്ചതിന് ബാക്കി 500 രൂപ. അപ്പോഴത്രയായി? 1000 ആയി. ബാക്കി 500 ഉണ്ട്. ആ അതെന്താന്ന് ചോദിച്ചില്ലല്ലോ. അതെന്താ? പുള്ളി അന്ന് കഷ്ടകാലത്തിന് ടെർന്ന് കറുത്ത ഡ്രൈവറായിരുന്നു. പോലീസിനെ കരിങ്കൊടി അടിച്ചെന്ന് പറഞ്ഞ് ബാക്കി 500 രൂപ. അന്ന് മുതല് പുള്ളി മാസ്ക് എന്ന് പറഞ്ഞ സാധനം മുഖത്തൊന്നും മാറ്റിയിട്ടില്ല. അല്ല കറുത്തതാണെങ്കിൽ ഇട്ടിട്ടുണ്ടല്ലോ. പണ്ട് അങ്ങനെ അല്ലായിരുന്നേ. പണ്ട് പുള്ളി സ്വതന്ത്രനായിരുന്നു. അതെ അതെ അതെ. ഈ പോക്കാണെങ്കിൽ ഇത്തവണ നമുക്ക് പിടിച്ചേക്കാൻ പറ്റൂല. നമുക്ക് പിടിച്ചേക്കാൻ പറ്റൂല ശക്തിക്ക് ഒരാളെ കൂടി വിളിച്ചേ മോനെ. പറ്റത്തുള്ളൂ. അതായത് ഇപ്പൊ നമ്മൾ വന്നപ്പോ തന്നെ ഈ പുലികളിയെ പറ്റിയൊക്കെ സംസാരിച്ചല്ലോ. അപ്പൊ നമ്മുടെ കൂട്ടത്തിലുള്ള ഒരു പുലിയെ തന്നെ നമ്മൾ ഇറക്കാൻ പോവാ. അല്ലാതെ നടക്കില്ല. ഒറ്റയ്ക്ക് പിടിച്ചേക്കാൻ പറ്റണ്ടേ? പിടിച്ചേക്കാൻ പറ്റത്തില്ല. ഇല്ല, നടക്കില്ല. താത്തയോട് പിടിച്ചേക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കില്ല. അതെന്താണെന്നറിയാവോ? ഈ ആൺപുലി പെൺവേഷം കെട്ടിയതാണോ എന്ന് അറിയാൻ പാടില്ലല്ലോ. ആ ദൈവത്തിന് അറിയാം. ഇതല്ല ഒറിജിനൽ പെൺപുലിയാണ്. Original? പെൺപുലിയാണ്. ആണോ? കേട്ടെ. എന്നാ പെൺ പൂച്ചാവായിരുന്നാ മതിയാ. ഇല്ല ഇപ്പൊ കണ്ടോ, ഞങ്ങളിപ്പോ ഇറക്കും കണ്ടോ. ആ ഇറക്കട്ടെ ഇറക്കട്ടെ. അപ്പൊ നമ്മളിത് ഇറക്കാൻ പോവാണ്. അതാണ്. താത്ത നിങ്ങൾ സൂക്ഷിച്ചു, നിങ്ങൾക്ക് ഇതൊരു വലിയ വെല്ലുവിളിയായിരിക്കും. ഓക്കെ, മലയാളത്തിന്റെ സ്വന്തം ഖാൻ, ലെറ്റ്സ് വെൽക്കം തസ്നി ഖാൻ. ഹാപ്പി ഓണം. ഹാപ്പി ആണോ? ധര കാപ്പി വേണോന്ന് പറഞ്ഞ് ഇവിടുന്ന് എവിടെ കാപ്പി ഇട്ടാൻ അവരെ ചായ മേടിച്ചു തരാം. ഇറങ്ങി ഇറങ്ങി ഇപ്പൊ ഇറങ്ങിയിട്ടേ ഉള്ളൂ. നമുക്ക് ഇതാരാന്ന് മനസ്സിലായ? ഇവിടെ സൽമാൻ ഖാന്റെ ഒളിച്ചോടി പോയി അമ്മായിയുടെ മോളാ. തസ്ലീഖാൻ. തസ്ലീഖ, നമസ്കാരം. നമസ്കാരം. ഇവിടെ ഒരു ഡിസ്കഷൻ നടക്കുകയാണ്. ഇവര് പറയുന്നത് മിമിക്രിയിലുള്ള എല്ലാ പെൺവേഷങ്ങളും പെണ്ണുങ്ങൾ തന്നെ ചെയ്യണമെന്നാണ്. അതെ അതെ. ഞങ്ങൾ പറയുന്നു ആണുങ്ങള് പെൺവേഷം കെട്ടുന്ന കാലം അങ്ങനെ ആയിരുന്നു, അന്ന് വേറെ ആരും ചെയ്യാനില്ലായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ടോ? ഇവർക്കൊക്കെ മുമ്പ്
സധൈര്യം ഈ മേഖലയിലോട്ട് വന്നിട്ടുള്ള ഒരാളാണ് തെസ്നീത്ത. അതെ. ആ വരവിന്റെ കഥയൊന്നും ആദ്യം പറയൂ. ധൈര്യമല്ലായിരുന്നു അത് എന്താ പറയാ അക്കിടി പറ്റി വരാന്നൊക്കെ പറയും. ധൈര്യം ഒട്ടുമില്ലാത്ത ഒരാളാ ഇപ്പോഴും എനിക്ക് സത്യം പറയാലോ. അന്ന് കലാഭവനിൽ വെച്ചിട്ട് ജോക്സ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് ഒരു മിമിക്രി കാസറ്റ് ഇറങ്ങിയിരുന്നു പണ്ട്. നമ്മുടെ കലാഭവൻ റഹ്മാൻ ക. അന്ന് ഞാൻ കലാഭവനിൽ ഉണ്ടായിരുന്നു. ആ സമയത്ത് പെണ്ണുങ്ങൾ ആരും ഇല്ല, ഈ എന്താണ് ഇവരെ കൂടെ അമ്മയാവാനോ കാമുകിയാവാനോ ആരും ഇല്ല. അപ്പൊ എന്നോട് ചോദിച്ച് തെസ്നി എന്നാ നമ്മളിങ്ങനെ ചെയ്യുന്നുണ്ട്, തെസ്നിയും കൂടി കൂട് എന്ന് പറഞ്ഞപ്പോ ഞാൻ ചെന്നപ്പോ മിമിക്രി കാണിക്കാനല്ല, ഇവരെ കൂടെ എന്താ പറയാ അമ്മയായിട്ടും പാട്ട് സീനിലും ഒക്കെ അങ്ങനെ വന്നു പിന്നെ ഓരോ കാസറ്റിലും ഞാൻ തന്നെ വന്നപ്പോ ആരും വേറെ ഇറങ്ങുന്നില്ല. ഞാൻ ആലോചിച്ച് ഇത് ആരും ഇല്ലേ മിമിക്രി. പിന്നെ കൽപ്പന ചേച്ചി അപ്പൊ കത്തി നിൽക്കുന്ന സമയാട്ടോ സിനിമയില്. പക്ഷെ ഈ ഒരു മേഖലയിൽ ആരും ഉണ്ടായില്ല. പിന്നെ അങ്ങനെ വന്നപ്പോഴാണ് പെട്ടെന്ന് വരുന്നത് ലാലേട്ടന്റെ സ്റ്റൈലില് പ്രസീത മേനോൻ. പ്രസീത ഇങ്ങനെ വന്ന് ലാലേട്ടനൊക്കെ അപ്പൊ മിമിക്രി ആയിട്ടാണ് പ്രസീത വന്നത്. പ്രസീത വന്ന് ഇങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോ പിന്നുണ്ട് ചക്ക നമ്മുടെ എല്ലാം സുബി വരുന്നത്. സുബി വന്നു കഴിഞ്ഞപ്പോ പെട്ടെന്ന് ചാനൽ ഇങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോ ദേ വരുന്നു പ്രസാദേട്ടന്റെ കൂടെ ദേവി വരുന്നു. അങ്ങനെ ഓരോരുത്തരും വന്നപ്പോ പിന്നെ നമ്മളൊക്കെ കൂടെ ഒരു ഗ്യാങ് ആയിട്ട് മാറുക ചെയ്തത്. എന്തായാലും ഒരു റിക്വസ്റ്റ് ഉണ്ട് കേട്ടോ, ആ ഉടുപ്പ് എനിക്കൊന്ന് തരണം ഇന്നത്തെ ഓണാഘോഷത്തിന് ഷാമിയാന കെട്ടാൻ വേണ്ടിട്ടാ. അതില് ഏറ്റവും നല്ലൊരു കൗണ്ടർ പറഞ്ഞത്, ഞങ്ങൾ വന്ന് കയറിയ ഉടനെ രമേശ് പറഞ്ഞു എല്ലാരും ഓണത്തിനാണ്, പക്ഷെ കാശ്മീരിൽ നിന്ന് മാത്രം ഒരാള് കാശ്മീരിൽ ഹൗസ് ബോട്ടിൽ റോസാപ്പൂ വെക്കാൻ പോകുന്ന ആൾക്കാരുടെ ഡ്രസ് ഇട്ടുകൊണ്ടാണ് ഓണത്തിന് വന്ന് നിൽക്കുന്നത്. അല്ല എല്ലായിടത്തും ഇപ്പൊ ഓണത്തിന്റെ ഡ്രസ് തന്നെയല്ലേ ഇടുന്നത്. അപ്പൊ നമുക്കൊരു വെറൈറ്റി ആയിക്കോട്ടെ. അല്ല തെസ്നി തൊട്ടടുത്ത് നിൽക്കുന്ന ആളെ കണ്ടില്ല, താത്തേനെ കണ്ടില്ല കോഴിക്കോട്ട്. നിങ്ങൾ കോഴിക്കോട്ടൊക്കെ അങ്ങനെയാണ് മോനെ, ഓണായാലും നമ്മൾ ഇതുപോലത്തെ ഇടക്കിടക്ക് കാണുന്നതാണ്. താത്ത ഭയങ്കര നല്ല സ്നേഹമുള്ളതാണ്. താത്ത എപ്പോഴും താത്തന്റെ കാക്കയായിട്ട് തെറ്റിയിട്ടാണ് ഇവിടെ നിൽക്കാറ്. നമ്മളെ ഇപ്പൊ നിങ്ങൾ കൂട്ടുകാരായോ? ഇല്ല നമ്മള് കുഴപ്പമില്ല, പഴയ കൂട്ടുകാരല്ലേ. അല്ല തെസ്നി, താത്തക്ക് എന്തെങ്കിലും ഒരു മന്ത്രവാദം കാണിച്ചു കൊടുക്കാം. മന്ത്രവാദം ഇപ്പൊ ഓണല്ലേ നമുക്ക്. ഞാൻ പിടിച്ചേരാം. ഓണമായിട്ട് മാജിക് എന്നൊക്കെ പറയുമ്പോ പെട്ടെന്ന് നമ്മളുടെ കയ്യിൽ എന്തെങ്കിലുമൊക്കെ കരുതിയാലല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് വേണമെങ്കിൽ അന്തരീക്ഷത്തിൽ നിന്ന് മുകളിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ എടുത്തിട്ട് വേണമെങ്കിൽ ചെയ്യാം. അപ്പൊ ഞാനിങ്ങനെ 1 2 3 4 എന്ന് പറയുമ്പോ നിങ്ങളല്ലേ ഹാപ്പി ഓണം എന്ന് പറയണം. 1 2 3 പൂ തന്നെ വന്നു. ഓണത്തിന് പൂക്കൾ ഇടാൻ വേണ്ടിട്ടുള്ള പൂ കൊണ്ടുവന്നിട്ടുണ്ട്. പൂ തന്നെയാണ് കൊണ്ടുവന്നത്. തമിഴ്നാട്ടുകാരെ വെടിവെച്ച് വന്ന് കളയും. പൂക്കച്ചവടം നിന്ന് പോകും. മാർക്കറ്റിലെ കൊണ്ടൊരു ഹാപ്പി ഓണം എന്ന് പറയുമ്പോ പൂവാണ് പിന്നെ ആൾക്കാർ ഓടിച്ചിട്ട് വന്ന് കളയില്ലേ. ഇത് ചുരുങ്ങിയ പുള്ളിയൊന്നും അല്ല, ഈ മറൈൻ ഡ്രൈവിൽ കൂടെ കണ്ണ് കെട്ടിയിട്ട് സ്കൂട്ടർ ഓടിച്ച ആളാണ്. എത്ര നാൾ മുമ്പാണ് അത് 2 പ്രാവശ്യം ചെയ്തിട്ടുണ്ട്. ഒന്ന് മാജിക് കൺവെൻഷൻ ഉണ്ടായിരുന്നു ഓൾ ഇന്ത്യ. അപ്പൊ അതില് പിന്നെ കല്ലൂര് ബസ് സ്റ്റാൻഡ് മുതൽ ഡെർബഹോൾ ഗ്രൗണ്ട് വരെ കണ്ണുകെട്ടി. എന്റെ കൂടെ 2 മജീഷ്യന്മാരും ഉണ്ടായിരുന്നു. 2 മജീഷ്യന്മാർ അപ്പുറം ഉണ്ടാവും ബൈക്കിനകത്ത്. ഇത് നടുക്ക്, എന്നിട്ട് അങ്ങോട്ട് പോകുമ്പോ ലെഫ്റ്റ്, ഇങ്ങോട്ട് പോകുമ്പോ റൈറ്റ്. അല്ല എന്നെ നോട്ടീസ് ചെയ്തിട്ടുണ്ട്, എന്നിട്ട് എന്റെ ബോധം പോയതാ. അത് വേണമെങ്കിൽ നമുക്ക് അങ്ങനെ അല്ല, പക്ഷേ ടിനിനെ അങ്ങനെ ചെയ്തപ്പോ എല്ലാരും സംശയിച്ചു. ഇവിടെ എന്തോ അതുകൊണ്ടല്ല ടിനിച്ചേട്ടൻ ഈ ഹിപ്നോട്ടിസ് എന്നുള്ള വാക്ക് ഇപ്പോഴാ പറഞ്ഞത്. പലയിടത്തും ചെന്ന് പറഞ്ഞത് തെസ്നി എന്നെ മയക്കി എന്നാണ് പറഞ്ഞത്. അതാണ് ഇച്ചിരി അങ്ങനെ പ്രശ്നമായി പോയത്. നമുക്ക് വേണമെങ്കിൽ ഇന്നൊന്ന് മയക്കി നോക്കാം. ഒരുപാട് പെണ്ണുങ്ങൾ ശ്രമിക്കുന്നുണ്ട് ഇപ്പൊ. അല്ല ഇപ്പൊ മനസ്സിലായില്ലേ, ഞങ്ങളുടെ കൂട്ടത്തിലും പുലികൾ മാത്രല്ല പുപ്പുലികളും ഉണ്ട്. അങ്ങനെ ഇപ്പൊ മാജിക് ഒന്നും ഇവിടെ കാണിക്കാൻ പറ്റൂല. അല്ലല്ല, ഇവിടെ വിളിച്ചു വരുത്തിയേക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കോമഡിയുടെ പരിപാടി, അല്ലാണ്ട് മാജിക്കിന്റെ പരിപാടി. അത് അങ്ങനെ പറഞ്ഞായിരുന്നില്ലല്ലോ. പിഷാരടി പറഞ്ഞ എന്താ ഇവിടെ വരുമ്പോ നമ്മള് കുറെ തമാശ പറയണം എന്ന് പറഞ്ഞിട്ടല്ലേ നമ്മളെ. മാജിക് തമാശയല്ല, മാജിക് തമാശയാണ്. അതെ, തമാശയിലൂടെ മാജിക് മാത്രല്ല എല്ലാം കാണിക്കാൻ പറ്റും. അത് ശരി, കയ്യൂക്കൊണ്ട് കാര്യം നേടാനുള്ള പരിപാടിയാണ്. അങ്ങനെയാണെങ്കിൽ എന്റെ പക്ഷത്തെ ഒരാളെ ഞാൻ വിളിച്ചു. അവതാരപ്രതിവിയുടെ രൗദ്രദ്രാവം കൊണ്ട് കംപ്ലീറ്റ് ലോകത്തിലും എല്ലാവരെയും പ്രാഗ് നിശബ്ദനാക്കുന്ന ഒരു വ്യക്തിയെ ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കാൻ പോവുകയാണ്. നമ്മുടെ സ്വന്തം നാണിത്തള്ള.
അടുത്തല്ലേ എന്തൊക്കെയുണ്ട് മോളെ വിശേഷം? അല്ലാ നീ ഇവിടെ ഉണ്ടാ? പിന്നെ അന്ന് തൃശ്ശൂർ അമ്പലത്തിൽ നിന്ന് സ്റ്റേജിൽ നിന്ന് ഇറങ്ങി ഓടിയ പിന്നെ ഇപ്പോഴല്ലേ കാണണേ. ഞാൻ ആ വഴി ഓടി, നീ ഏത് വഴി ഓടി? ഞാൻ അവിടുന്ന് ബസ് സ്റ്റാൻഡ് വഴി ഓടി പോനെ. നന്നായി. എന്തായാലും അത് കഴിഞ്ഞിട്ട് പരിപാടിയൊന്നും ഉണ്ടായില്ലല്ലോ. ഇപ്പൊ എങ്ങനെ ജീവിക്കണ്? സുഖോടി, പക്ഷേ ഭയങ്കര ദുഃഖവുമുണ്ട്. എന്താ അത്? അതായത് എന്റെ മോൻ കല്യാണം കഴിച്ചൊരു കെട്ടിലമ്മനെ വീട്ടിൽ കൊണ്ടുവന്നതിന് ശേഷം ഒരു 10 രൂപ സമയം മുറുക്കാൻ പായലിട്ടൊന്നും പറഞ്ഞ് തന്നിട്ടില്ല. അല്ല എനിക്ക് അവൻ്റെ ഒട്ടും വേണ്ട. എങ്കിൽ തള്ളേന്നുള്ള വിളി നിർത്തിയിട്ട് അവൻ അമ്മയെന്നുള്ള വിളി കേട്ടിട്ട് അവന്റെ കണ്ണടഞ്ഞാൽ മതി എന്നുള്ള ആഗ്രഹക്കാരിക്കാണ്. മക്കൾക്ക് എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമാണ്. വേദാട്ടൊക്കെ പറഞ്ഞു കൂട്ടുണ്ടായിരുന്നില്ല ഇവിടെ പെണ്ണുങ്ങൾ ആണുങ്ങളാവണമെന്ന്, ആണുങ്ങൾ പെണ്ണുങ്ങളാവണമെന്ന്. അങ്ങനെയല്ല, ഈ ആണുങ്ങള് പെൺവേഷം കെട്ടുമ്പോ കുറച്ച് വിഷമങ്ങൾ ഉണ്ടാവുന്നു എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. വേറെ ഞങ്ങളൊന്നും അങ്ങനെ എന്തിനു വിഷമിക്കരുത്? നിങ്ങൾ ആൺവേഷം കെട്ടുണ്ടെന്ന് നേരത്തെ പറഞ്ഞല്ലോ അവരപ്പൊ തന്നെ. അതൊക്കെ വലിയ വലിയ ആൾക്കാരല്ലേ, ഞങ്ങളെ പോലുള്ള പാവങ്ങള് ഉള്ള വേഷം തന്നെ കിട്ടാണ്ടിരിക്കുക. ഞങ്ങളും വലിയ ആൾക്കാരൊന്നും അല്ല, ഞങ്ങള് ജീവിച്ചോ കോട്ടെ മക്കളെ. മക്കളെ പോലെ എന്നിട്ട് അമ്മ പറഞ്ഞല്ലോ എന്താ പ്രശ്നം, 10 രൂപ ഇല്ലെന്ന്, ആരണ്ട് തന്നില്ലെന്നാ. മോൻ മോനാണ് പ്രശ്നം. മോന്റെ കാര്യം തന്നെയാണ് ഈ പറഞ്ഞു കൂട്ടിയത്. ആ മോനെ ഇങ്ങനെ ആക്കിയതാരാ? എന്റെ പുറയില് പെണ്ണുങ്ങളല്ലേ. അതാണ്. അതായത് ഈ നാണിത്തള്ളയുടെ വീട്ടിൽ കെട്ടിക്കേറി വന്ന പെണ്ണുണ്ടാക്കുന്ന പ്രശ്നമാണ് ഇതെല്ലാം അല്ലേ? അതെ അതെ അതെ. ഒരു സീരിയലുള്ള കഥയുണ്ട്. മക്കളുണ്ടായിരുന്നു എനിക്ക്. അതെ. 2 മക്കളെയും ഒരു വീട്ടിലേക്ക് കല്യാണം കഴിച്ചങ്ങടെ അയച്ചു. 2 മക്കളെ കൂടി ഒരു വീട്ടിലേക്ക് കല്യാണം കഴിച്ച എന്താ സൈക്കിളാ? അതല്ല, 2 കുടുംബം നശിക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ചെയ്തതാണ്. അത് ശരി. മക്കളെങ്ങനെ ഓണായിട്ട് വീട്ടിൽ വന്നിരുന്നാ? വീട്ടിൽ വരുന്നിട്ടുമില്ല, വിളിക്കാറുമില്ല. അല്ല, ഇപ്പൊ ഒരു വീഡിയോ കോൾ വിളിക്കായിരുന്നില്ലേ? വീഡിയോ കോളാ 150 രൂപ നോക്കിയ ഫോണിൽ നിന്ന് എന്തിട്ട് വീഡിയോ കോളാണ്. എന്റെ നാണിത്തള്ളേ, നാണിത്തള്ള വന്നതിന് മുമ്പ് ഈ ഇരിക്കുന്ന സാധനങ്ങളുണ്ടല്ലോ, അങ്ങനെ നിക്കണമെന്നില്ല. ഭയങ്കര ഈ സാരിയൊക്കെ കൊടുത്ത് ഭയങ്കര മനോഹരിയായിട്ട് നിക്കണമെന്നില്ല. മനസ്സിലാവും. എന്താണെന്നറിയാമോ? എന്നെ അങ്ങോട്ട് മനസ്സ് വിഷമിപ്പിച്ചു കളഞ്ഞേ. ഞാൻ നെഞ്ചത്ത് കൈവച്ച എന്തെങ്കിലും പറഞ്ഞാല് അച്ചട്ടായിരിക്കും. ഇഷ്ടം പോലെ ഉദാഹരണങ്ങളുണ്ട്. ഇഷ്ടം പോലെ ഉദാഹരണം കേൾക്കണോ നിങ്ങൾക്ക്? അതായത് മൂത്ത മോന് പിള്ളേരില്ല, 10 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് പിള്ളേരില്ല. ഞാൻ നെഞ്ചത്ത് കൈവച്ചോണ്ട് പറഞ്ഞു എന്റെ മോനൊന്നും വരുത്തല്ലേ. ഇതേവരെ വന്നിട്ടില്ല, 10 വർഷമായി പോയിട്ട് ശബരിമലക്ക്. പ്രായത്തില് മൂത്തതാണ് ഞാൻ. കൊറേ കെട്ടിലമ്മമാര് സെറ്റ് സാരി എടുത്ത് ഓണത്തിന് ഇങ്ങനെ ഇറങ്ങും. നിന്നൊക്കെ ഒരു കാലത്തും എന്തായാലും ഒരാളെ കൂടെ വിളിച്ചോ. ഒരാളെ ഡാൻസറിന് ഡാൻസ്, സ്കിറ്റിന് സ്കിറ്റ്, എന്തു ചെയ്യാം. സുന്ദരി വിളിക്കട്ടെ, വിളിക്കേ. വെൽക്കം സിനി വർഗീസ്. ചേച്ചിമാർ പറഞ്ഞ പോലെ തന്നെ കേട്ടോ. പിന്നെ സുന്ദരിയാന്ന് കള്ളം പറഞ്ഞിട്ടുണ്ട്. അവരാൾക്കാര് കൂടെ ഇല്ല, നമുക്ക് സ്റ്റോക്ക് ഉണ്ട്. ആ പെണ്ണുണ്ട്. എന്തൊക്കെ സിനിയുടെ വിശേഷങ്ങൾ? സുഖമായിട്ടിരിക്കുന്ന കേട്ടാ. സിനി എത്ര കൊല്ലം കോമഡി സ്കിറ്റുകളിൽ പങ്കെടുക്കാണ്ട്? ഞാൻ വളരെ കുറച്ച് വർഷങ്ങളായിട്ട്. കാരണം സിനി സീരിയലിലായിരുന്നു സീരിയലിലായിരുന്നു അല്ലേ? സ്കിറ്റുകൾ കുറച്ച് ചെയ്തിട്ടുണ്ട്, കോമഡി സീരിയൽസും കുറച്ച് ചെയ്തിട്ടുണ്ട്. നല്ലൊരു ഡാൻസറാണ് കേട്ടോ. നന്നായിട്ട് അറിയാം, ഡാൻസറും കൂടിയാണ്. അതെ അതെ. ഈ സിനി വർഗീസ് സിനി ആർട്ടിസ്റ്റ് ആവുമെന്ന് ജനിച്ചപ്പോ തന്നെ കാരണന്മാർക്ക് അറിയായിരുന്നു. അതാണ് സിനി നിട്ട്. സിനി വർഗീസ് സിനി ആർട്ടിസ്റ്റ്. മച്ചാമറീസിന്റെ ആരായിട്ട് വരും? നാണിയമ്മയ്ക്ക് അറിയോ ആളെ? ആളെ കണ്ടിട്ടുള്ള പോലെ തോന്നുന്നുണ്ട് ടിവിയിലൊക്കെ. കണ്ടിട്ടുണ്ടോ? അത്രേ ഉള്ളൂ. അത് ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടി വി ആയതുകൊണ്ട് ശരിക്കും അറിയാൻ പാടില്ല. എല്ലാരും അത്രേ ഉള്ളു. പുതിയ കുട്ടികളൊക്കെ ഇങ്ങനെ കോമഡിയിലേക്ക് വരുന്നതിനെ കുറിച്ച് എന്താണ് അമ്മമാരുടെയൊക്കെ അഭിപ്രായം? എനിക്കൊരു താല്പര്യമില്ല അങ്ങനെ വന്നത്. കാരണം നമ്മുടെ കഞ്ഞിലേക്കാണല്ലോ അവര് പാറ്റ വാരിയിരുന്നത്. നാണിയമ്മയുടെ അഭിപ്രായം എങ്ങനെയാണ്? എനിക്കിഷ്ടമല്ല പുതിയ ആൾക്കാർ വരുന്നതിൽ, എനിക്കിഷ്ടമല്ല. എന്തിനു പറയണ? ഇവിടെ ഒരാൾ ഇതിപ്പുണ്ടല്ല, ഇവള് വന്നതിലും എനിക്ക് ഇഷ്ടമല്ല. നീ ആള് കൊള്ളാല. ഒരു മര്യാദ വേണം. കുടുംബത്തെ നിങ്ങൾ പറയാൻ നല്ലൊരു ദിവസമുള്ള സമയത്ത് ഒരു ഓണക്കാലം അല്ലേ, ഇങ്ങനെ വഴക്കൂടാവോ? എന്ത് പ്രശ്നത്തിന് ഞാൻ പരിഹാരം ഉണ്ടാക്കി തരാം. പരിഹാരം ഉണ്ടെങ്കിൽ ഞങ്ങള് പ്രശ്നത്തിന് പരിഹാരം നമ്മള് നമ്മുടെ കാര്യം നോക്കല്ലേ. ഇതിലും ഭേദം ഞങ്ങളാണിപ്പോ മനസ്സിലായില്ലേ? ഇപ്പൊ ഞങ്ങളൊക്കെ ഇപ്പോഴും ഒരു കെട്ടാണ് അല്ലേ? ഇപ്പൊ നിങ്ങൾ തമ്മിൽ തൂക്കി നോക്കിയാൽ പോലും ഞങ്ങളുടെ അത്ര തൂക്കത്തിൽ കൂടുതൽ നിൽക്കും. ശരിയാ. പക്ഷേ
നിങ്ങൾ തൂക്കി നോക്കിയ 7 ഇലക്കത്ത് പോലും വരാൻ പറ്റാത്ത ഒരാളെ ഞങ്ങൾ ഇറക്കുമതി ചെയ്യുന്നുണ്ട്. പാട്ടിലും ഡാൻസിലും എന്തു വേണ്ട പൊട്ടില് വരെ നിങ്ങളെ പരാജയപ്പെടുത്താൻ പറ്റിയ ഒരാള് ദേ കണ്ടോ. Hey, 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 hi everybody. It's a wonderful time to rock in this time. It's a once upon a time. Oh, what a beautiful ladies and beautiful my crews. Oh my mommy, oh my amma, how are you? Love you so much. തല You're looking so fantastic, elastic and plastic ചേരലാണോ ഇരിക്കുന്നത്? Love you Vishu, Antini Monu, Ting Tong Monu. Hi, Auntie. Didi. Long time we met, you know. Yes, Didi. It's a wonderful evening to come here in the Once Upon a Time. And once upon a time I want to come here, but this is a time to come to Once Upon a Time. മോൻ പറഞ്ഞതേ ശരിക്കും മോള് പറഞ്ഞത് ടിനിക്ക് മാത്രം മനസ്സിലായുള്ളൂ, അവന് മാത്രം ഇവിടെ ഇംഗ്ലീഷ് അറിയാമോളൂ. Oh, Anglo-Indian ആണോ? Indian Anglo ആണോ? അതെ തിരിച്ചാണ്. Oh, right. ഇല്ല മോളെ, നീ എപ്പോഴും എന്റെ കേരളം എത്ര ചുന്ദരെന്ന് പറഞ്ഞിട്ടല്ലേ വരാറ്. Now it's not good Kerala. നീ- It's a beautiful Kerala now. അതൊക്കെ ശരിയാണ്, പക്ഷെ പാട്ട് പാടിയില്ലെങ്കിൽ ഇവിടെ പിടിച്ചു വെക്കാൻ പറ്റില്ല. ഇവരൊക്കെ പെർഫോം ചെയ്ത് നിൽക്കുക. ഒരു ഓണപ്പാട്ട് പാടുന്നു. Yeah. എന്റെ ജീവൻ തന്നെ പാട്ടാണ്. പാട്ട്. ഇല്ല ജീവൻ തന്നെ പാട്ട്. പാട്ട് Who is this Tala? ഇത് നാണിത്തള്ള. Nani Tala. Looking like നാണമുള്ള Tala. ഇതൊന്നും Love പറഞ്ഞു you. കൊടുത്തിട്ടില്ല. നാണോ ഇല്ലാത്ത തള്ളാന്ന്. Okay, we can go for this song. yes please. Come on everybody. Guys. Hey everybody. വേഗം പോകും ദൂരം magic journey. പോകും ദൂരം magic journey. വേഗം പോകും ദൂരം magic journey. പോകും ദൂരം magic journey. കാലം നില്ലയേ വേഗം നില്ലയേ പാട ഇன்பം പൊങ്കും magic journey. വേഗം പോകും ദൂരം magic journey. പോകും ദൂരം magic journey. Everybody. വേഗം പോകും ദൂരം magic journey. പോകും ദൂരം magic journey. Beautiful. Thank you for your support now. അങ്ങനെ നമ്മൾ ഈ രണ്ട് കൂട്ടരെയും ഇരുത്തിയിട്ടുണ്ട്. ഇപ്പോ രണ്ട് കൂട്ടരെ ഇങ്ങനെ ഓരോ കലാകാരന്മാരും അവരുടെ ശക്തി തെളിയിക്കാനായിട്ട് ഇങ്ങനെ അതെ, നമ്മൾ കുറെ നേരമായിട്ട് ഇവരിങ്ങനെ രണ്ടുപേരും ചേരി തിരിഞ്ഞുള്ള ഒരു പ്രശ്നമാണ് ഇവിടെ നടക്കുന്നത്. വളരെ വാശിയേറിയ മത്സരമാണ്. പക്ഷെ ഒരു കാര്യം മനസ്സിലായി, എല്ലാവരും ഇരുത്തം വന്ന ആർട്ടിസ്റ്റാ. ഞങ്ങൾ അങ്ങനെ ഇരുത്താന്ന് വിചാരിക്കണ്ട. ഞങ്ങള് ശക്തി കളിക്കാൻ വേറെ ആളെ കൊടുത്തിട്ടുണ്ട്. ആണല്ലേ? അത് ഇതുപോലെ വേഷം കെട്ടാണോ? അതിലില്ല, വേഷമില്ലാത്ത സാധനം. അത് ഇല്ല. ഡ്രസ്സൊക്കെ ഇട്ടോ, പാന്റ് ഷർട്ടൊക്കെ ഇട്ടിട്ടുണ്ട്. അങ്ങനെ നീ അങ്ങനെ ചിന്തിക്കണ്ട. എനിക്കൊരു ലഡു എത്തിയെന്ന് എനിക്ക് മനസ്സിലായി. അല്ല, വേഷം കെട്ടില്ല. എനിക്ക് കൊണ്ടുവന്നേക്കുന്ന ആൾ ആരാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതായത് ഒരു ട്രൂലി ഗോഡ് ഗിവൻ ഗിഫ്റ്റ് ഉള്ള അല്ലെ ഒരു കലാകാരനാണ് അദ്ദേഹം. നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. നല്ല അടിപൊളി കൈയടി കൊടുത്തോണ്ട് വെൽക്കം മാക്സി ചാർലി. സ്വാഗതം. നമ്മള് മാക്സി ചേട്ടനെ പറ്റി ഒരുപാട് കേട്ടിട്ടുണ്ട്, വാർത്തകൾ കണ്ടിട്ടുണ്ട് അല്ലേ? നമുക്കറിയാവുന്ന ഒരാളാണ്, കേരളത്തിൽ ഒരുപാട് പേർക്ക് അറിയാവുന്ന ഒരാളാണ്. അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് മാക്സി ചേട്ടൻ എത്രയോ ആയിരക്കണക്കിന് വേദികളിൽ പരിപാടികൾ അവതരിപ്പിച്ചിട്ടുള്ള ആളാണ്. നമ്മളിങ്ങനെ കാണുന്ന പോലെയല്ല, അദ്ദേഹത്തിന്റെ പ്രകടനം കാണുമ്പോൾ നമ്മൾ അത്ഭുതപ്പെട്ടു പോകുന്ന ഒരു പ്രകടനമാണ്. എസ് ജാനകി അമ്മയുടെ ശബ്ദത്തിൽ അദ്ദേഹം മാക്സി ചേട്ടനാണെങ്കിലും ശബ്ദം കൊണ്ട് ഇനി നമ്മളെ അത്ഭുതപ്പെടുത്താൻ പോകുന്ന ഒരു പ്രതിഭയാണ് മാക്സി ചേട്ടൻ. അല്ലേ ചേട്ടാ? അല്ല, മാക്സി എന്ന് പറയുന്നതിന്റെ അർത്ഥം തന്നെ മാക്സിമം എന്നുള്ളതാണ്. അതിന്റെ അപ്പുറം ഒരാൾക്കൊരു പിന്നെ മാജിക് ചെയ്യണമെങ്കിൽ ഇത് ചെയ്യാൻ വേണം. അതുപോലത്തെ ഒരു മാജിക് തൊണ്ടയിൽ നിന്നും ഉള്ളൊരു മാജിക്കാണ്. അതെ, അതായത് ഈ ശബ്ദം മാക്സി ചേട്ടൻ ഒരിക്കലും ഇമിറ്റേറ്റ് ചെയ്യുന്നതല്ല, അതങ്ങനെ തന്നെ അല്ലേ?
ഒരു ഗോഡ് ഗിവൻ ഗിഫ്റ്റ് എന്ന് തന്നെ പറയാം. അത് ആ ഒരു സ്വരം തന്നെയാണ് ആ തൊണ്ടകളിൽ നിന്ന് വരുന്നത്. ഗോഡ് ഗിഫ്റ്റ് ആണ്. അതെ അതെ. ഞാന് മാക്സി ചേട്ടനെ 2 പ്രാവശ്യം പ്രോഗ്രാമിന് ഞങ്ങൾ ഒന്നിച്ച് പ്രോഗ്രാമിനുണ്ട്. ചേട്ടൻ ഓർക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. കിഷോർ എപ്പോഴും പറയും നമുക്ക് പ്രോഗ്രാമിന് വിളിക്കാം. അപ്പൊ മാക്സി ചേട്ടൻ സഹകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ട്രൂപ്പിലെ ഞങ്ങൾ ഓണറിനെ വിളിച്ചു. മാക്സി ചേട്ടനെ ഒന്ന് വിളിച്ചു. ഒരിക്കലും തരില്ല, ഞങ്ങളുടെ തുറുപ്പ് ചീട്ടാണ്, വേറെ എന്ത് ജീവിതത്തിൽ തരും, പക്ഷെ മാക്സി ചേട്ടനെ വിട്ടു തരില്ല എന്ന്. അപ്പൊ അതൊരു ഭയങ്കര സന്തോഷമാണ്. ഇങ്ങനെ നേരിട്ട് അപ്പോഴും ഇപ്പോഴും ഒരു വ്യത്യാസവും ഇല്ലാതെ ചേട്ടൻ എന്താ പറയാ ആ സൗണ്ട് കൊണ്ടും ആ സ്വഭാവം കൊണ്ടും എല്ലാം കൊണ്ടും അങ്ങനെ തന്നെ ഇരിക്കുന്നു. ഈശ്വരാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുകൊണ്ടാണ് ഈ തുറുപ്പ് കുലാനെ ഞങ്ങൾ ഇറക്കി കളിച്ചത്. അതാണ്. അല്ല, ഈ തുറുപ്പിയിട്ട് കാര്യം പറയുമ്പോ ഓരോ ട്രൂപ്പിന് ഞാൻ ഇപ്പം രാജചേട്ടൻ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഞാന് ഗാനമേള വളരെ സക്സസ് ആണ്. പത്തനംതിട്ട സാരംഗിന്റെ ഗാനമേളയ്ക്ക് എതിരൊന്നും നമ്മൾ പറയുന്നില്ല. പക്ഷെ അന്ന് കാലത്ത് ഒരു സമയത്ത് ഈ രാജചേട്ടൻ അതിന്റെ ഇന്റർവെല്ലിൽ മിമിക്രി കളിക്കുമായിരുന്നു. അതൊരു തുറുപ്പ് ചീട്ടായിരുന്നു ഒരു കാലഘട്ടം മുഴുവൻ, അല്ലേ? ഞെട്ടിക്കുന്ന ആ ഒരു മിമിക്രി കാണാൻ അങ്ങനെ ഒരാൾ എല്ലാ ട്രൂപ്പിലും ഉണ്ടാവും. ഉണ്ടാവും. രാജാ, യെസ്